ഷോക്കിംഗ് ആയ കുറച്ചു കാര്യങ്ങളാണ് ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ നടന്നത്. കുറച്ചു സമയങ്ങൾക്ക് മുൻപ് ജാസ്മിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിപ്പിച്ചു. എങ്ങനെയുണ്ട് ബി വീട് എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. കുഴപ്പമില്ല ബിഗ് ബോസ്, ഗബ്രിയൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിന്നു പോകുന്നു എന്നാണ് ജാസ്മിൻ ആദ്യം മറുപടി നൽകിയത്. ഇതിനുശേഷം ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത് എന്ന് ബിഗ് ബോസ് ചോദിച്ചു. ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത് എന്നാണ് ജാസ്മിൻ മറുപടി പറഞ്ഞത്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത്. ഇത് കേട്ടതും ജാസ്മിൻ ഷോക്കായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. ഇതിനുശേഷം കൺഫെഷൻ റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസ് ലൈവിൽ കാണിക്കുന്നില്ല. അച്ഛൻ എന്താണ് പറഞ്ഞതെന്നും ബിഗ് ബോസ് ലൈവിൽ കാണിച്ചില്ല. കുറച്ച് സമയങ്ങൾക്കു ശേഷം ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പവർ റൂമിലേക്ക് ഓടിപ്പോകുന്നതാണ് കാണിക്കുന്നത്. സഹ മത്സരാർത്ഥികളെല്ലാം പിന്നാലെ പോകുന്നുമുണ്ട്. തൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നും അച്ഛന് ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നുമെല്ലാം ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇതിനുശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ജാസ്മിനെ കാണപ്പെട്ടത്. എല്ലാ കണ്ടസ്റ്റൻസിനോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. തനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഗബ്രിയോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഗബ്രിയോട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, എന്നാൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. എന്താണ് ബിഗ് ബോസ് ചോദിച്ചതെന്നൊക്കെ ഗബ്രി ഒരുപാട് തവണ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ അത്ര വ്യക്തമായി ഒന്നിനും മറുപടി നൽകുന്നില്ല. തൻ്റെ ഉപ്പായ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് അസുഖം കൂടാൻ എന്തായിരിക്കും കാരണമെന്നാണ് ജാസ്മിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. താൻ ബിഗ് ബോസ് ഹൗസിൽ പെരുമാറിയതെല്ലാം പല രീതിയിലാണ് പുറത്തു പോയിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് നടന്നതെന്ന് തനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നുമെല്ലാം ഗബ്രിയോട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഗബ്രി അടുത്തോട്ട് വരുന്നതെല്ലാം ജാസ്മിൻ വിലക്കുന്നുമുണ്ട്. ഇനി തനിക്ക് കളിക്കാൻ പറ്റില്ലെന്നും താൻ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യട്ടെ എന്നുമെല്ലാം ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. അതിനു മാത്രമൊക്കെ എന്തു സംഭവിച്ചു എന്നാണ് ഗബ്രി ചോദിക്കുന്നത്. ഉപ്പായ്ക്ക് അസുഖം പണ്ടേ ഉള്ളതല്ലേ, പിന്നെ ഇത്ര പേടിക്കുന്നത് എന്തിനാ? സർജറി ചെയ്യുന്നത് അസുഖം ഭേദമാവാൻ വേണ്ടി തന്നെയല്ലേ എന്നും ഗബ്രി ചോദിക്കുന്നുണ്ട്. എന്നാൽ ജാസ്മിൻ ഒന്നും വിട്ടു പറയുന്നില്ല. എന്തൊക്കെയോ സംഭവങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് എന്ന ഹിൻ്റെല്ലാം ജാസ്മിനെ കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പരിഭ്രമം ജാസ്മിൻ്റെ മുഖഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം ഏകദേശം കാര്യം മനസ്സിലായിട്ടുമുണ്ട്. തനിക്ക് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തായാലും എനിക്കിനി ഇവിടെ കളിക്കാൻ പറ്റില്ല. എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ധൈര്യം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നെല്ലാം സ്വയം ഓരോന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ. ഇതിനുശേഷം ക്യാമറയുടെ മുന്നിൽ പോയി തനിക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ആവശ്യമുണ്ടെന്നും ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതും കൈ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം ഇത്ര വലിയ തെറ്റാണോ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. തനിക്കൊരു ആശ്വാസം എന്നതിലപ്പുറം മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇതെല്ലാം ചെയ്തത് എന്ന് ജാസ്മിൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. കൈ പിടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം ഒരു തെറ്റാണെന്ന് വിചാരിച്ചു നടക്കുന്ന ആളുകളുടെ മുന്നിൽ അത് തെറ്റ് തന്നെയായിരിക്കാം. പക്ഷേ എൻ്റെ കണ്ണിൽ അതൊരു തെറ്റില്ല എന്നാണ് ഗബ്രി പറയുന്നത്. ഗബ്രി ഏതൊക്കെ രീതിയിൽ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജാസ്മിന് ഒരു ആശ്വാസവും കിട്ടുന്നില്ല. മാനസികമായി തളർന്ന അവസ്ഥയിലാണ് ജാസ്മിൻ കാണപ്പെടുന്നത്. തനിക്ക് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോവണമെന്നെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നതാണ് ഇത്ര വലിയ പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും മാറിപ്പോകാമെന്നും ഗബ്രി പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ റൂം മാറിക്കിടക്കാം എന്നെല്ലാം ഗബ്രി ജാസ്മിനെ സമാധാനിപ്പിക്കാനായി പറയുന്നുണ്ട്. റസ്മിനെ വേണമെങ്കിൽ ജാസ്മിൻ്റെ അടുത്തേക്ക് അയക്കാം. ഇതിനുശേഷം റസ്മിനോട് ഗബ്രി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റസ്മിനെ പവർ റൂമിൽ കയറാൻ അനുവാദവുമില്ല. ഉപ്പായുടെ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ജാസ്മിൻ അതിഭീകരമായി ഡൗൺ ആയിരിക്കുകയാണ്. ഇതിനുശേഷം ബിഗ് ബോസ് വിളിച്ച മീറ്റിങ്ങിലൊന്നും ജാസ്മിൻ ഒരു കോൺസെൻട്രേഷനുമില്ലാതെയാണ് ഇരിക്കുന്നത്. അത്രയധികം മാനസികമായി ജാസ്മിനെ ഈ വിഷയം തളർത്തി കഴിഞ്ഞു. ജാസ്മിനെ ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആരോടാണ് ഒന്ന് സംസാരിക്കേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയും എല്ലാം കൂടി ജാസ്മിനെ തളർത്തി കഴിഞ്ഞു. സൈക്കോളജിസ്റ്റിൻ്റെ സഹായം ലഭിക്കുക എന്നതു മാത്രമായിരിക്കും ജാസ്മിനെ ഈ അവസ്ഥ തരണം ചെയ്യുന്നതിന് ഏക മാർഗം.